പാർട്ടിയുടെ കർമ്മധീരരായ നേതൃത്വങ്ങളെ, പ്രവർത്തകരെ, 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകൾക്കും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുകയാണ്. ഇന്ത്യ രാജ്യം ലോകത്തിലെ ഏറ്റവും മഹത്തായ ഭരണഘടനയുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്ന മഹത്തായ ഒരു രാഷ്ട്രമാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും 1950 ജനുവരി 26 ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് രാജ്യമായി ഇന്ത്യ മാറുന്നത്. അതിന് കാരണം 47 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. ആ ഭരണഘടനയ്ക്ക് രൂപം നൽകുന്നതും ഔദ്യോഗികമായി ഒരു ഭരണഘടനയുള്ള രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടുന്നതും ജനുവരി 26 അതുകൊണ്ട് തന്നെ വളരെ മൂല്യവത്തായ, വളരെ പ്രാധാന്യമേറിയ ഒരു ദിവസമായിട്ടാണ് രാജ്യം ജനുവരി 26 കൊണ്ടാടുന്നത്. പലപ്പോഴും നമ്മൾ ഈ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആഘോഷത്തിന്റെ ഒരവസരമായി ഇതിനെ നമ്മൾ കാണുമ്പോഴും യഥാർത്ഥത്തിൽ ഓരോ റിപ്പബ്ലിക് ദിനവും രാജ്യത്തിന്റെ ഭരണഘടനയെ കൃത്യമായി വിലയിരുത്തുന്നതിനുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാർക്ക് ലഭ്യമാകുന്നുണ്ടോ എന്ന് വിലയിരുത്തേണ്ട ഒരു ദിവസമായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്. ഇന്ന് അതിന്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത, എന്നാൽ ജനാധിപത്യത്തിന്റെ പഴുതുകളിലൂടെ അധികാരത്തിൽ കയറിയ RSS നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുമ്പോഴാണ് നമ്മൾ അവകാശങ്ങളെക്കുറിച്ചും റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ചുമൊക്കെ തന്നെ, അല്ലെങ്കിൽ ഭരണഘടനയുടെ മാനവികതയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ 5 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ, ഈ രാജ്യത്തിന്റെ പൗരന്മാർ തങ്ങൾ ചെയ്ത തെറ്റെന്തെന്നറിയാതെ 77% വരുന്ന ആളുകൾ വിചാരണ തടവുകാരായി രാജ്യത്തിന്റെ വ്യത്യസ്ത ജയിലുകളിൽ അവർ ചെയ്ത കുറ്റം എന്താണെന്നറിയാതെ അവർ സമൂഹത്തിന്റെ മുന്നിൽ അവരുടെ ബാല്യവും യൗവനവും ഓർമ്മിക്കപ്പെടുമ്പോൾ ആ അവകാശങ്ങളെക്കുറിച്ച്, അവരുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ച്, അവർക്ക് ലഭിക്കേണ്ട നീതിയെക്കുറിച്ച്, സമത്വത്തെക്കുറിച്ച്, ഭരണഘടന നൽകുന്ന അവകാശങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വാതോരാതെ നമ്മളിവിടെ സംസാരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ നീതി നിഷേധിക്കപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ ജയിലറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടി ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ സന്ദേശമായി ജനങ്ങൾക്കും ഭരണകൂടത്തിനും കൈമാറാനുള്ളത് ഈ രാജ്യത്തെ മുഴുവൻ വിചാരണ തടവുകാരെയും വിട്ടയക്കണമെന്നാണ്, അല്ലെങ്കിൽ അവർക്ക് ജാമ്യം നൽകണമെന്നാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഒരു പൗരൻ ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവനൊരു കുറ്റവാളിയായി മാറുന്നു. യഥാർത്ഥത്തിൽ അവൻ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി ആ തെറ്റ് ഇവിടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവനെ കസ്റ്റഡിയിൽ വെക്കേണ്ട ആവശ്യമില്ല. അവൻ ഈ രാജ്യത്തെ അവന്റെ അവകാശമായ ജാമ്യം ഒരു ഈ ഇന്ത്യൻ പൗരന്റെ അവകാശമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്.
രാജ്യത്തിന്റെ ജയിലറകളിൽ കിടക്കുന്ന ആളുകളെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർ രാജ്യത്ത് ക്രൂരമായ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തതിന്റെ പേരിലല്ല അവർ ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ളത്. മറിച്ച് ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങളെ ചോദ്യം ചെയ്യപ്പെട്ടതിന്റെ പേരിൽ, അല്ലെങ്കിൽ രാജ്യത്ത് സാമൂഹികമായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ, ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നയനിലപാടുകളെയും നിയമവാഴ്ചകളെയും ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് ഈ 77% വരുന്ന ആളുകൾ ജയിലറകളിൽ വിചാരണ നേരിട്ടുകൊണ്ട് അവർ കുറ്റവാളികളെ പോലെ കിടക്കേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ ഒരു വിചാരണ നേരിടുന്ന ഒരാളെ കുറ്റവാളി എന്ന് വിളിക്കാൻ പോലും സാധിക്കുകയില്ല എന്നിരിക്കെയാണ് ഈ നീതി ഈ രാജ്യത്ത് നിഷേധിക്കപ്പെടുന്നത്. അവിടെയാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സമത്വവും നീതിയും മാനവികതയെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ സമത്വവും നീതിയും ഈ രാജ്യം നൽകുന്ന മാനവികമായ സന്ദേശങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ അവർ ന്യൂനപക്ഷ സമുദായക്കാരായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അവർ ഈ രാജ്യത്തെ ദളിത് വിഭാഗക്കാരായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അവർ ഈ രാജ്യത്തെ ആദിവാസികളായി പോയതിന്റെ പേരിൽ അവർക്ക് നീതി നിഷേധിക്കപ്പെട്ട് ജയിലറകളിൽ തളക്കപ്പെട്ടിട്ടുള്ളത്. ജാമ്യം നിഷേധിക്കപ്പെടാൻ പല കാരണങ്ങളുമുണ്ട്. ഒന്ന് ഈ രാജ്യത്തിന് ജാമ്യത്തിന് ഉപാധിയായി പണം, അവർക്ക് മതിയായ വക്കീലിനെ വെച്ചുകൊണ്ട് വാദിക്കാൻ പണമില്ലാത്ത ഒരുപാട് ആളുകൾ അവർക്ക് ജാമ്യം അനുവദിച്ചിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ അവർ ജയിലറകളിൽ കഴിയുന്നവരുണ്ട്. ഇതൊക്കെ തന്നെ ഈ രാജ്യത്തിന്റെ പൗരസമൂഹം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരണകൂട ഭീകരതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൃത്യമായി പറഞ്ഞാൽ ഉമർ ഖാലിദിനെ പോലെയുള്ള ആളുകൾ ഇവിടെ ഭീമാ കൊറഗോവ് കേസിന്റെ പേരില് അവർ വിചാരണ തടവുകാരായി ഈ രാജ്യത്തിന്റെ വർഷങ്ങളോളം അവരുടെ യൗവനവും യുവത്വവും ഒക്കെ തന്നെ അവർ ഈ ജയിലറകളിൽ ഹോമിക്കപ്പെടുമ്പോൾ നമ്മൾ പല കേസുകളിലും കണ്ടതാണ്. വർഷങ്ങളോളം 10-15 വർഷങ്ങളോളം ജയിലിൽ ശിക്ഷയ്ക്ക് സമാനമായ ഒരു കുറ്റവും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ആളുകൾ വിചാരണയ്ക്ക് ശേഷം അവർ കുറ്റവാളികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുറത്തുവിടുമ്പോൾ, വെറുതെ വിടുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ യൗവനം ആര് തിരിച്ചു നൽകും? അവരുടെ ജീവിതത്തിന്റെ നല്ല ഏടുകൾ നഷ്ടപ്പെട്ടു പോയത് ജയിലറകളുടെ കുടുസായ ജയിലറകളിലാണ്. മതിയായ സൗകര്യങ്ങളില്ലാത്ത രാജ്യത്തിന്റെ തുറന്ന ജയിലുകളിൽ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ മതിയായ സൗകര്യങ്ങളില്ല. വൃത്തിഹീനമായ മലമൂത്ര വിസർജന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഒരു ഇടുങ്ങിയ റൂമിൽ 10-20 ആളുകൾ താമസിക്കേണ്ട ഗതികേടിലേക്ക് ഈ രാജ്യത്തിന്റെ പൗരന്മാരെ തള്ളിവിട്ടുകൊണ്ട് അവർക്ക് നീതി നിഷേധിക്കപ്പെട്ട് ജയിലറകളിൽ അടക്കപ്പെടുമ്പോൾ അവർക്ക് നീതി നൽകണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത്. അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടരുതെന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ മൂല്യവത്തായ തത്വം ഇവിടെ പാലിക്കപ്പെടുന്നില്ല എന്നാണ് നമുക്ക് പറയുവാനുള്ളത്. അതിനാരൊക്കെയാണ് ഉത്തരവാദികൾ എന്ന് പറയുമ്പോൾ ആദ്യമായി ഇവിടുത്തെ അധികാരി വർഗങ്ങളിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടേണ്ടി വരുന്നത്. കാരണം എന്താ? അവർക്കെതിരായി സംസാരിക്കുന്നവരെ, അവരുടെ ജനദ്രോഹപരമായ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നവരെ, അവർക്കെതിരെ യാതൊരു കാരണവും കൂടാതെയാണ് ഇവിടെ അവർ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഭീകര നിയമങ്ങൾ ചാർത്തിക്കൊണ്ട് UAPA പോലെയുള്ള NS പറയുമ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ യാതൊരു അവകാശങ്ങളും സംരക്ഷണങ്ങളും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാജ്യം എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് RSSന്റെ നേതൃത്വത്തിലുള്ള ഭീകര ഭരണകൂടം ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങളെല്ലാം തന്നെ ചവിട്ടി ദംശിക്കുമ്പോൾ അവർക്ക് ഈ രാജ്യം നൽകുന്ന ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ആ മതം പ്രചരിപ്പിക്കുവാനും ആ മതം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അതല്ലെങ്കിൽ ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുമ്പോൾ ഈ ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വന്ന ഈ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് ഈ രാജ്യത്തെ ഭരണകൂടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചില്ല എങ്കിൽ രാജ്യത്തിന്റെ ഭരണകൂട ഭീകരത തുടർന്നുകൊണ്ടേയിരിക്കും. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നിയമവും ഭരണഘടനയുമെല്ലാം തന്നെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നടപ്പിൽ വരുത്തുമ്പോൾ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് നീതിയും അതുപോലെ തന്നെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യവും സമത്വവും നഷ്ടപ്പെട്ട് ഈ രാജ്യത്തിലെ ജനങ്ങൾ അടിമകളെ പോലെ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദിക്കേണ്ട ഉത്തരവാദിത്വം ഈ രാജ്യത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കാണ്.
ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ, ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തിയെങ്കിൽ മാത്രമാണ്. ആ ശബ്ദമുയർത്തേണ്ടത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദികളായ ഈ രാജ്യത്തിലെ പ്രജകളാണ്, ജനങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകത്ത് പല ഭരണകൂടങ്ങളുള്ളപ്പോഴും നമ്മൾ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യമുണ്ടോ എന്ന് നമ്മൾ രണ്ടു വട്ടം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താ? ഇവിടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ജനാധിപത്യത്തിന് ഒരു പുല്ലുവില പോലും കൽപ്പിക്കാതെ രാജ്യത്തെ കോർപ്പറേറ്റുകൾ വളർത്തുന്ന, രാജ്യത്തെ ഭീകര നിയമം പറഞ്ഞുകൊണ്ട്, രാജ്യത്തെ തീവ്രവാദം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവിതവും സമർപ്പിച്ച ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ പിന്മുറക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജ്യത്തിന്റെ ജയിലുകളിൽ ബഹുഭൂരിപക്ഷം വരുന്നതും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഇവിടെ ഭരണകൂടം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രാജ്യത്ത് ഫാസിസത്തിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ, രാജ്യത്ത് ജനാധിപത്യം നടപ്പിലാക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ, രാജ്യത്ത് ഭരണഘടന അനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഈ രാജ്യത്തിന്റെ ജയിലറകളിൽ വിചാരണ തടവുകാരായി നമ്മുടെ നേതൃത്വങ്ങൾക്കും ഈ രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും കിടക്കേണ്ടി വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു വേള നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മുടെ ജയിലറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകള് ഉത്തർപ്രദേശിലെ, ബീഹാറിലെ, അതുപോലെ തന്നെ ജാർഖണ്ഡിലെ, രാജസ്ഥാനിലെ സാധാരണ പൗരന്മാർ അവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ അവരുടെ അവകാശത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ, അതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് യാതൊരു കുറ്റവും ആരോപിക്കപ്പെടാതെ നിരപരാധികളായ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ നീതിന്യായ സംഹിതകളില്ല, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ഭരണകൂടങ്ങളില്ല, അവർക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ വക്കീലന്മാരെ നിയമിക്കാൻ സാമ്പത്തികമായ പരാധീനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ ഊരെന്തറിയാതെ പേരെന്തറിയാതെ ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ ജയിലറകളിൽ അടക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഈ രാജ്യത്ത് ഭരണാധികാരികളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നമ്മൾ ചോദ്യം ചെയ്തില്ല എങ്കിൽ, ഈ വിചാരണ തടവുകാർക്ക് അവരുടെ ന്യായമായ അവകാശമായ ജാമ്യം ലഭിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടില്ല എങ്കിൽ ഈ രാജ്യത്തോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണഘടനയുടെ മഹത്തായ ഈ ദിനത്തിൽ, ഈ സുദിനത്തിൽ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ലഭ്യമാക്കേണ്ടതുണ്ട്. അത് മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ അത് വേർതിരിക്കാൻ പാടില്ല. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വിവേചനമില്ലാത്ത ഈ ഒരു ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ജനങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അവർക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. അവർക്ക് ഈ രാജ്യത്ത് രാജ്യം അനുവദിക്കുന്ന, ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് അവർക്ക് മതം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുവാനും അവരുടെ മതം പ്രചരിപ്പിക്കുവാനും അവർക്ക് ഈ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം ഈ രാജ്യത്തെ ഭരണകൂടത്തിനുണ്ട്, ഈ രാജ്യത്തെ മാധ്യമങ്ങൾക്കുണ്ട്, ഈ രാജ്യത്തെ ജുഡീഷ്യറികൾക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതവർ നിർവഹിക്കാത്തിടത്തോളം കാലം അവർക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും തെരുവിലേക്ക് ഇറങ്ങണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ നല്ലവരായ നാട്ടുകാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതൃത്വങ്ങൾ മാത്രമല്ല ജയിലറകളിൽ കഴിയുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഈ അബൂബക്കർ സാഹിബിന് വേണ്ടിയോ കോയ സാഹിബിന് വേണ്ടിയോ നസ്രുദ്ദീൻ സാഹിബിന് വേണ്ടിയോ അങ്ങനെ ദിഷണാശാലികളായ കർമ്മധീരരായ നേതൃത്വങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ മുഴുവൻ വിചാരണ തടവുകാരും അവർ ചെയ്ത കുറ്റമെന്നറിയാതെ, അവർക്ക് പേരിൽ യാതൊരു കുറ്റവും ചാർത്തപ്പെടാതെ അവർ നിരപരാധികളായിട്ടുള്ള ആളുകൾ ജയിലറകളിൽ കഴിയുമ്പോൾ അവർക്ക് ജാമ്യം നൽകണം. ജാമ്യം അവരുടെ അവകാശമാണെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടുത്തെ ഭരണാധികാരികളോടും ഇവിടുത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളോടും ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് ഈ രാജ്യം അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് കേവലം ഭരണകൂട
ഭരണകൂടത്തിന്റെ മാത്രം അല്ലെങ്കിൽ ഭരണകൂടം മാത്രം അതിന്റെ ഉത്തരവാദികളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഭരണകൂടത്തിന്റെ തെറ്റായ നെറികെട്ട ഭരണ വ്യവസ്ഥയ്ക്കെതിരെ ശബ്ദിക്കാത്ത ഒരു ജനസമൂഹം ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ഭരണഘടനത്തിന്റെ നീതി നിഷേധത്തിനെതിരെ ശബ്ദിക്കാതിരിക്കുന്നിടത്തോളം കാലം അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ് എന്ന് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ പുഷ്കലമായ ഭരണഘടന നിലവിൽ വന്ന ഈ ജനുവരി 26-ന് ഈ രാജ്യത്തിലെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മുഴുവൻ രാഷ്ട്രീയ വിചാരണ തടവുകാർക്കും ജാമ്യം അനുവദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് CBI.